നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. ആദ്യ കളിയിൽ കേപ്പ് വെർദയിൽ നിന്നൊരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആണ് സ്പെയിനിന് കിട്ടിയത്. രണ്ടാമത്തെ കളി നാളെയാണ് അവർ കളിക്കാൻ ഇറങ്ങുന്നത്. എതിരാളികൾ സൗദി അറേബ്യയാണ്. സൗദി പോരാടും. സ്പെയിനിന് പണി കിട്ടുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ സ്പാനിഷ് കോച്ച് ലൂയിസ് ദിലാഫ്യൂൻ്റെയോട് ഒരു ചോദ്യം വരുന്നു. ചോദ്യം എന്താണെന്നറിയോ? മറ്റൊരു ടീമിൽ നിന്ന് നിങ്ങളുടെ ടീമിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കളിക്കാരനുണ്ടെങ്കിൽ അതാരാണ്? അതായത് സ്പെയിനുകാരനല്ലാത്ത ഒരാളെ ടീമിലേക്ക് എടുക്കണം, മറ്റൊരു ദേശീയ ടീമിൽ നിന്ന് നിങ്ങൾക്ക് ടീമിലേക്ക് എടുക്കണം, അങ്ങനെ കഴിയുമെങ്കിൽ ആരെ എടുക്കും? അദ്ദേഹത്തിൻ്റെ മറുപടി ഹൂലിയൻ അൽവാരസ്. വാവ്! അർജന്റീൻ സൂപ്പർ താരം ഹൂലിയൻ അൽവാരസിനെ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്, അവനൊരു ഫാൻറ്റാസ്റ്റിക് പ്ലെയറാണ്. എൻ്റെ ആശയം വെച്ച് തീർച്ചയായിട്ടും എൻ്റെ കളിരീതികളോട് നന്നായിട്ട് അവൻ ഫിറ്റാവും. അവന് ടീമിലുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഹി വുഡ് ബി വെരി ഇമ്പോർട്ടൻറ്റ്. വാവ്! അതായത് ഈ സ്പാനിഷ് ടീമിലേക്ക് ലൂയിസ് ദിലാഫ്യൂൻ്റെയുടെ കളിരീതിയിലേക്ക് ഏറ്റവും മികച്ച രൂപത്തിൽ ഫിറ്റാവുന്ന താരം ഹൂലിയൻ അൽവാരസ് ആണത്രേ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എംബാപ്പയും വിനിയും ഒക്കെ പറയുന്ന മറുപടി, എംബാപ്പയും വിനിയും ഒക്കെ ഗ്രേറ്റ് പ്ലേയേഴ്സാണ്, സംശയമില്ല. പക്ഷേ എൻ്റെ ഫുട്ബോളിംഗ് രീതി വെച്ച്, എൻ്റെ ഫുട്ബോളിംഗ് ഐഡിയ വെച്ച് ഏറ്റവും ഫിറ്റാവുക ഹൂലിയൻ തന്നെയായിരിക്കും എന്ന് ലൂയിസ് ദിലാഫ്യൂൻ്റെ പറയുന്നത്. തീർച്ചയായിട്ടും അർജൻറ്റീന ടീമിൽ ഹൂലിയൻ അൽവാരസിന് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ലൗട്രോക്ക് പരിക്ക് പറ്റിയപ്പോൾ കിട്ടിയ അവസരമാണ്. അത് കയറി അവൻ പിടിച്ചു, മിന്നും പ്രകടനം നടത്തി. ഈ വേൾഡ് കപ്പിൽ ഇപ്പോൾ ആദ്യ കളിയിൽ ലൗട്രോ മങ്ങിപ്പോകുമ്പോൾ ഹൂലിയനെ വീണ്ടും ആശ്രയിക്കുന്ന സ്കലോനിയാണ് നമ്മൾ കാണുന്നത്. വരും മത്സരങ്ങളിലും അദ്ദേഹത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ടാവും, മികവ് അദ്ദേഹം കാണിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നു. ഈവൻ സ്പാനിഷ് കോച്ച് പോലും പറയുന്നു, കഴിയുമായിരുന്നെങ്കിൽ അവനെ ഞാൻ ടീമിലെടുത്തേനേ എന്ന്. വാവ്! തീർച്ചയായിട്ടും ഹൂലിയൻ ഒരു പ്രതിഭാസമാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.